അക്ഷയ തൃതീയെ ബന്ധപ്പെട്ട് ആദിശങ്കരാചാര്യരുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു കഥ പറയാം. അതായത് ഒരിക്കൽ ആദിശങ്കരാചാര്യർ ഭിക്ഷാപാത്രവുമായിട്ട് ഒരു അമ്മയുടെ കുടിലിന് മുന്നിൽ എത്തുകയാണ്. ആ അമ്മയാണെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു അമ്മയാണ്. അങ്ങനെ അദ്ദേഹം വാതിലിങ്ങനെ മുട്ടുകയാണ്, ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്ന മാത്രയിൽ തന്നെ അമ്മയുടെ വീട്ടിൽ ഒന്നുമില്ല. അപ്പോൾ ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണക്ക നെല്ലിക്ക മാത്രമാണ്. അമ്മ അതും എടുത്ത് ആദിശങ്കരാചാര്യരുടെ ഭിക്ഷാപാത്രത്തിൽ വെക്കുകയാണ്. അപ്പൊ അമ്മയുടെ ആ സമർപ്പണ ബോധം കണ്ട് ആദിശങ്കരാചാര്യർ വളരെയധികം സന്തുഷ്ടരായി. അത് മാത്രമല്ല, അദ്ദേഹം അമ്മയുടെ അടുത്ത് നിന്ന് ഒരു മന്ത്രം ചെല്ലുകയാണ്. ആ മന്ത്രം ചെല്ലുന്ന മാത്രയിൽ തന്നെ അമ്മയുടെ കുടിലിന്റെ മുകളിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്കകൾ വീഴാനായിട്ട് തുടങ്ങി. അമ്മ ദാനം നൽകിയ ആ ഒരു ദിവസം എന്ന് പറയുന്നത് അക്ഷയ തൃതീയ ദിവസമായിരുന്നു. അദ്ദേഹം ചൊല്ലിയ ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് കനകധാരാ സ്തോത്രമായിരുന്നു. അങ്ങനെ ഒന്നുമില്ലാത്ത പട്ടിണിയും ദാരിദ്ര്യവുമായി നിന്നിരുന്ന ആ അമ്മ ആ ഒരൊറ്റ ദിവസം കൊണ്ട്, ആ ഒരൊറ്റ കർമ്മം കൊണ്ട് അത്രയും വലിയ ധനികയായി മാറുകയാണ്. ഇതാണ് ഈ ഒരു അന്നേ ദിവസമാണ് കനകധാരാ സ്തോത്രവും ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ ഇതാണ് ആദിശങ്കരാചാര്യരും അക്ഷയ തൃതീയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥ.